ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഇന്ന് 150K സബ്സ്ക്രൈബേഴ്സ് ആയിക്കാണ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുൻപ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള Q&A ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ വീഡിയോ ആണ്. അപ്പോ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട് അടുത്ത്. അപ്പൊ ഇപ്പോഴാണ് ഹസ്ബൻഡ് ആ ക്വസ്റ്റ്യൻസ് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സിൻസിയർ ആയിട്ടുള്ള Q&A ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല, പരമാവധി ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. അപ്പൊ ഹസ്ബൻഡ് ആൻസർ ചെയ്യും. അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ തിരുത്തി പറയാം. ഓക്കെ, പറഞ്ഞോ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചേട്ടന്റെ ജോബ്? ഞാന് ഒരു പ്ലാന്റിന്റെ മെയിന്റനൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിന്റെ മെയിന്റനൻസിലാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോ ആ ഫീൽഡിലാണ് വർക്ക്. വാവകളുടെ നെയിം? മൂത്തത് മകനാണ് സായി കൃഷ്ണ, രണ്ടാമത്തത് മകള് സഹസ്ര. ചേട്ടൻ കുക്കിംഗ് ഒക്കെ അറിയോ? ഈ ചേച്ചിനെ നന്നായിട്ട് കുക്കിംഗ് ചേട്ടനെ ചെയ്യും. ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ ചേട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയ ഫുഡ് ഏതാ? എന്റെ അഭിപ്രായം പറയണെങ്കിൽ ആകെ കൂടി ഇല്ല, ആകെയല്ല, മോര് കറി നല്ലതാണ്, സാമ്പാർ നല്ലതാണ്, ബാക്കിയുള്ളതൊക്കെ ഞാനാണ് നല്ലത്. രണ്ടുപേരും വഴക്കിടാറുണ്ടോ? വഴക്കിടാറുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കയ്യിലൊരു പറയാലോ. അപ്പൊ അല്പം വഴക്കൊക്കെ ഉണ്ടാവും, ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവും. നിങ്ങളിൽ ആരാണ് ആദ്യം വഴക്ക് കൂടുന്നത്? അത് അങ്ങനൊന്നുമില്ല, ഓപ്ഷണലാണ്. ചിലപ്പോ അവിടെ നിന്നും വരും, ചിലപ്പോ ഇവിടെ നിന്നും വരും. ആരാണ് വേഗം കോംപ്രമൈസ് ചെയ്യാൻ മുൻകൈ എടുക്കുന്നത്? ഞാൻ പാവമായതുകൊണ്ട് ഞാൻ മുമ്പിട്ട് ഇറങ്ങും. നിങ്ങളിൽ ആർക്കാ ദേഷ്യം കൂടുതൽ? നിങ്ങളിൽ ആർക്കാ ദേഷ്യം കൂടുതൽ? അതില് അതൊരു തീരുമാനമായിട്ടില്ല. കാര്യം എന്നെക്കാളും ദേഷ്യം ഇവക്കാണോ ഇവിടെക്കാളും ദേഷ്യം എനിക്കാണോ എന്നുള്ളത് ഒരു 5 കൊല്ലം ആവണം. അതിന്റെ ഇടയിൽ മനസ്സിലായിട്ടില്ല. ഗീതുവിൽ കണ്ട ഏറ്റവും നല്ല സ്വഭാവം, അതുപോലെ ഞാനത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്നുള്ളത് ഞാൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടാളുടെയും പ്ലേസ് എവിടെയാണ്? എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം. ഗീതുവിന്റെ ആമ്പല്ലൂര്, തൃശ്ശൂർ ആമ്പല്ലൂര്. ചേട്ടന്റെ പേര്? എന്റെ പേര് സന്ദീപ്. വീഡിയോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നത് ആരാണ്? വീഡിയോ ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ ഹസ്ബൻഡ് തന്നെ. പിന്നെ ഏട്ടന്റെ ജോബ് ചോദിച്ചിട്ടുണ്ട് രണ്ടാമതും. അത് പറഞ്ഞതാണ്. ഏട്ടനായിട്ട് അടി കൂടാറുണ്ടോ? അടി കൂടാറുണ്ട് കേട്ടോ, സത്യം. ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വരുന്നവരെ കാത്തിരിക്കാറുണ്ടോ? നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ, കാത്തിരുന്നാ മതിയോ? മക്കളുടെ നെയിം ആരാ ഇട്ടത്? മക്കളുടെ നെയിം പറഞ്ഞത് ഞാനാണ് കേട്ടോ. കാരണം S വെച്ചിട്ട് വേണമെന്നുള്ളത് ഇവരുടെ ഫാമിലിയിൽ എല്ലാവരും S ആണ്. സൂ ഫാമിലി പറയും പോലെ S ഫാമിലിയാണ് ഇവര്, ഞാൻ മാത്രമേ ഗീതുള്ളൂ. അപ്പൊ S വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ സായി കൃഷ്ണയും സഹസ്രയും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഏട്ടൻ അധികം സംസാരിക്കുന്ന ടൈപ്പ് ആണോ? അങ്ങനെ സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് സംസാരിക്കും, അത്ര ഒത്തിരി ടോക്കറ്റീവ് അല്ല. യൂട്യൂബ് ഏർണിങ്സ് കിട്ടിയപ്പോൾ ഏട്ടന് എന്താ വാങ്ങിക്കൊടുത്തേ? കിട്ടിയ പൈസയുടെ പകുതി കൊടുത്തു. പറ്റത്തിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്റെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഹെയർ കട്ട് ചെയ്താൽ ഡിവോഴ്സ് ചെയ്യും എന്ന് പറഞ്ഞത് എന്തിനാ ചേട്ടാ? ഹെയർ കട്ട് ചെയ്താൽ ഹെയർ സൂപ്പറായി വീണ്ടും വരില്ലേ? അതൊരു ഹെയർ മേക്ക് ഓവർ ആകും. എപ്പോഴും ലോങ് ഹെയറിന്റെ വ്ലോഗ് എടുക്കുമ്പോൾ മടുപ്പുമാകും. ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് വരും. പിന്നെ ഷോർട്ട് ഹെയറിന്റെ വെറൈറ്റി വ്ലോഗും ഇടാം. എന്താ ചേട്ടന്റെ ഇഷ്ടം?
സത്യത്തില് എനിക്ക് നല്ല നീളമുള്ള മുടിയുള്ള പെണ്ണുങ്ങളാണ് ഇഷ്ടം. പെണ്ണുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റൂല. അപ്പോ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഇല്ല. ചെറിയ മുടി ഉള്ള പെണ്ണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. മുടി എന്നോട് ഇടക്കിടക്ക് പറയും ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മുടി മുറിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ മുടി മുറിച്ചു കൊടുക്ക്. ഞാൻ പറയും അത് നടക്കില്ല, എനിക്ക് തുമ്പ് മാത്രം വെട്ടാം, വേറെ ഒന്നും ചെയ്യണ്ട, ഉള്ളിടത്തോളം അങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ചേച്ചിക്ക് ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റ് തിരിച്ചു. ഗിഫ്റ്റ് എനിക്ക് തന്നത് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഈ മാലയായിരുന്നു കേട്ടോ. ഇത് ഏറ്റവും ഫസ്റ്റ് തന്നത്. ഞാൻ തിരിച്ചങ്ങനെ ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ വരുന്ന ഡിസംബർ 28-ന് 5 വർഷം. ചേട്ടൻ കെയറിങ് ആണോ ചേച്ചി? കുഴപ്പമില്ല. കൂടുതൽ എന്ത് ചെയ്യാനാ? രണ്ടുപേരും സംസാരിക്കാൻ ടൈം കണ്ടെത്താറുണ്ടോ അതോ തിരക്കുകൾ കാരണം പറ്റാറില്ലേ? എന്താ ചെയ്യാ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം ചേച്ചി ഭയങ്കര തിരക്കിലാണ്. നമ്മുടെ കാര്യം ഇത്തിരി കഷ്ടത്തിലാണ്. ചേച്ചിക്ക് ചേട്ടനെ കിട്ടിയതിൽ അക്കാര്യം തോന്നിയ ഒരു ഇൻസിഡന്റ്? അല്ല, ഒരു ചേട്ടനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. ആലോചിക്കേണ്ടി വരും. പറയാം. യൂട്യൂബ് ചാനൽ തന്നെ പറയാം കേട്ടോ. യൂട്യൂബ് ചാനൽ എനിക്കിപ്പോ തുടങ്ങണം തോന്നിയപ്പോ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നീ തുടങ്ങണ്ട, 2 മക്കളുണ്ട്, അതും 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് 3 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെ വെച്ചിട്ട് ചെയ്യുമ്പോ അവരുടെ കെയറിങ് കുറയോ എന്നുള്ള രീതിയിൽ തുടങ്ങണ്ട എന്നുള്ളത് വേണമെന്ന് ഞങ്ങൾക്ക് പറയുന്നു. പക്ഷെ ആള് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഹസ്ബൻഡ് ആയ കാരണമാണ് ഓക്കെ പറഞ്ഞത് എന്ന് തോന്നി. ചേച്ചി ഒറ്റയ്ക്കാണല്ലോ എല്ലാ വീഡിയോസും ചെയ്യുന്നേ, ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്യൂട്ടിയുടെ ടൈമിംഗ് ഒക്കെ അനുസരിച്ചാണ്. ഇപ്പോ ഈ പിള്ളേരുള്ളത് കൊണ്ട് അവര് എണീറ്റിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ഉറങ്ങുമ്പോഴോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ടൈമിങ് ചെയ്യാറുള്ളത്. ഇപ്പോ എന്റെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാനും അല്ലാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒത്തിരി ഹെൽപ്പൊന്നും എന്റെ സൈഡിൽ നിന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അല്ലെ. ഇപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലാത്ത ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഡെയിലി എത്ര ടൈം യൂട്യൂബിന് വേണ്ടി ഡെയിലി സ്പെൻഡ് ചെയ്യും? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് മാക്സിമം 2 മണിക്കൂറാണ്, അത്രയൊക്കെ ഉള്ളൂ. കാരണം അത്രേ സമയം നമുക്ക് കിട്ടുന്നുള്ളൂ വീഡിയോ എടുക്കലും എല്ലാം കൂടിയിട്ട്. വീഡിയോ ആരാണ് എടുത്തു തരുന്നത്? സപ്പോർട്ട് ചെയ്യാറുണ്ടോ? വീഡിയോയിൽ മുഖം കാണിക്കുന്നത് ഇഷ്ടമാണോ? വീഡിയോ എടുക്കുന്നത് ഞാനാണ്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. വീഡിയോയിൽ മുഖം കാണിക്കുന്നത് ഇഷ്ടമാണ്. മുഖം കാണിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചേട്ടന് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? എന്റെ ജോലിയായിട്ട് ഇങ്ങനെ പോകുമ്പോ തന്നെ എനിക്ക് അത്രയ്ക്കുള്ള ഒരു എന്താ പറയാ ഒരു അങ്ങനെ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യാനുള്ള ഒരു അല്ല അങ്ങനെ ഒരു സ്ക്രീൻ ഫേസിങ് എനിക്ക് ആ ഒരു കഴിവ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു തുടങ്ങിയാ കൊള്ളാമെന്നില്ല, പക്ഷെ അതിനെ കൊണ്ട് അത് അറിയില്ല. ചേച്ചിക്ക് ഇങ്ങനെ ഒരു ചാനൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ എവിടെ നിന്നാണ്? ചാനൽ എന്ന് പറഞ്ഞാല് എന്റെ ഒരു അറിവില് ഇവള് വെറുതെ ജസ്റ്റ് എന്തൊക്കെയോ കാണിച്ച് വെറുതെ തുടങ്ങിയതാണ്. അല്ലാതെ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്നൊന്നും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. കാര്യമായിട്ടൊന്നും ഇപ്പോഴും അറിയില്ല. ഓരോരുത്തര് യൂട്യൂബിൽ തന്നെ കുറച്ചുപേര് സഹായിക്കാറുണ്ടായതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു. അല്ലാതെ ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഏകദേശം ഒരു 10,000 സബ്സ്ക്രൈബർ ആയതിനു ശേഷം. അതിനു മുമ്പ് കാണാന്നല്ല, ഞാൻ വെറുതെ കാണാതിരിക്കുമ്പോ ഇവിടെ പറയും അയ്യോ കാണണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഓക്കെ, നമ്മള് കാണാൻ നിൽക്കില്ല. കാണാൻ നിൽക്കാൻ വേറെ ഒന്നും കൊണ്ടല്ല, പിന്നെ അവർക്ക് തന്നെ ഒരു ചമ്മല് പോലെയാണ്. ചേട്ടനും ചേച്ചിയും പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസസ്? കാനഡ.
എനിക്കങ്ങനെ കാനഡയിലൊന്നും പോകാനുള്ള ആഗ്രഹമല്ലേ, ആഗ്രഹം കൊണ്ട് പറയാം. കാനഡ എന്നൊക്കെ പറയാം, കാനഡ, മലേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ പറയാം. ആഗ്രഹമല്ലേ, എന്തെങ്കിലും സാധിക്കുമായിരിക്കും. ഈ ഒരു ചാനൽ തുടങ്ങാൻ ആരാണ് ചേച്ചിക്ക് മോട്ടിവേഷൻ തന്നത്? ചാനൽ തുടങ്ങാൻ റീസൺ ഹസ്ബൻഡിന്റെ സൈഡിലെ സപ്പോർട്ട്, എത്രമാത്രം ചേച്ചിയുടെ എഡ്യൂക്കേഷൻ, ഹസ്ബൻഡിന്റെ ജോബ് പറഞ്ഞു. പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ട് മോട്ടിവേഷൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങി, അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊബൈലിൽ വീഡിയോസ് എടുത്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ഒരു ABCD അറിയുന്നുണ്ടായിരുന്നില്ല. അല്ലാതെ ഇപ്പൊ ഇതിന് എന്താ പറയാ എൻസിന് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ട് തുടങ്ങിയതല്ല. ഹസിന്റെ സൈഡിലെ സപ്പോർട്ട്, ആദ്യമൊക്കെ എന്നെ കുറച്ച് ചീത്ത പറയും. ചാനൽ തുടങ്ങിയതിനല്ല, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നിന്റെ ഒരു വീഡിയോ അത് പിന്നെടുക്കാം അങ്ങനെയൊക്കെ പറയും. പിന്നെ 4000 വാച്ച് അവർ ഒക്കെ ആയപ്പോ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, BTS ആണ്. പിന്നെ ഞാൻ ഡിസ്റ്റൻസിൽ MBA ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ എക്സാം പോലും എഴുതാൻ പറ്റിയില്ല. പിന്നെ പറ്റിയില്ല, മാരേജിന് ശേഷം ഒന്നും ആ വഴിക്ക് നോക്കാനൊന്നും പറ്റിയില്ല. ഗീതുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫേവറേറ്റ് ഫുഡ് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. അല്ല, ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ബിരിയാണി, അതുപോലെ ഷേക്ക്, ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല. ജാട വേണ്ട കേട്ടോ, എനിക്ക് ജാട ഉണ്ടോ? ജാട ജാട അത് എനിക്ക് തോന്നുന്നു എന്നെയും ഹസ്ബൻഡിനെയും കാണുമ്പോ തന്നെ, അതായത് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആയാലും എന്റെ ഫ്രണ്ട്സ് ആയാലും തുടക്കത്തിലെ പറയുന്ന ഒരു കാര്യമാണ്, നല്ല ഹെഡ് വെയിറ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ പാവങ്ങളാണ്. ഇപ്പൊ എന്നെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്, അഹങ്കാരത്തിന് കൈയും കാലം വെച്ച സാധനം പോലെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും. പക്ഷെ നിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നീ ഇത്രയും പാവം തോന്നത്തില്ല എന്നുള്ളത്. കാരണം അത് ഓരോരുത്തരുടെ ഫേസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഞാനിപ്പോ എന്നെ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഫസ്റ്റ് തന്നെ മിണ്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് ആദ്യം ഫ്രണ്ട്ലി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും നന്നായി മിണ്ടും. അപ്പൊ ജാട അത് ചിലപ്പോ എന്റെ ഫേസ് കണ്ടിട്ട് തോന്നുന്നതായിരിക്കാം. ഹസ്ബൻഡിനെ ഇഷ്ടമല്ലാത്ത ഗീരുവിന്റെ ഒരു ശീലം എന്ത് പറഞ്ഞാലും ഇന്ത്യ അപ്പൊക്കറിയാം. ഞാൻ എന്തെങ്കിലും ഒന്ന് എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ കരയും. കരയുന്ന വെറുതെ കള്ളക്കരച്ചിലാണ്, എന്നാലും വെറുതെ ആണ് കറന്ന് കരയും. ഹസ്ബൻഡിന്റെ ലവ് സ്റ്റോറി, ലവ് മാരേജ് അല്ല, ഇത് ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇപ്പൊ ജസ്റ്റ് മാട്രിമോണിയിൽ കണ്ടിട്ടാണ് നമ്മള് മാരേജ് ഫിക്സ് ചെയ്തത്. വരെ കല്യാണത്തിന് ഒരാഴ്ച മുന്നാണ് നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ. അത് കാരണം അധികം ലവ് സ്റ്റോറി എന്ന് പറയാനായിട്ട് അതിന്റെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് ഒരാഴ്ച മുന്നാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഞാൻ ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് ആയിരുന്നു. നൈസ് മാച്ച്. ചേച്ചി യൂട്യൂബർ ആയതിനു ശേഷം ചേച്ചിയുടെ ലൈഫിൽ വന്ന ചേഞ്ചസ്, യൂട്യൂബർ ആയതിനു ശേഷം ലൈഫിൽ വന്ന ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിലാണ് ചേഞ്ചസ് വന്നത്. കാരണം നേരെ സമയത്ത് എനിക്ക് ഭക്ഷണം പോലും കിട്ടണില്ല. അതല്ല, ചേച്ചി ഭയങ്കര ബിസിയാണല്ലോ. നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. കാരണം ഭയങ്കര എന്താ പറയാ ടെൻഷനല്ല, നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റേതായ രീതിയിൽ ചെയ്യണം. അപ്പൊ റിപ്ലൈക്കൊക്കെ ലേറ്റ് ആകുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരിക്കും, ടെൻഷനായിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല, രണ്ടാളും ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കട്ടെ. അത് ഹസ്ബൻഡ് പറഞ്ഞതാണ് കേട്ടോ. താങ്ക് യു. ബാലസുന്ദരം. ഗീതു പാട്ട് പാടുമോ? പാട്ട് പാടും, പക്ഷെ മറ്റുള്ളവർ കേൾക്കാൻ പറ്റാത്തത്ര ഉള്ള പാട്ടാണ്. എനിക്ക് മാത്രം കേൾക്കാനായിട്ടുള്ള പാട്ട് കേട്ടോ, അല്ലാതെ പാടില്ല. ഗീതൂസിന് ഇഷ്ടമുള്ളത് തന്നെ ഇരിക്കല്ലേ. ഗീതുവിന് ഈ വലിയ ഇഷ്ടമുള്ളത് ബേബീസും ഹസ്ബൻഡും. എപ്പോഴാണ് യു ബോത്ത് മെയ്ഡ് ഫോർ ഈച്ച് അതർ? നിങ്ങൾക്കുള്ളിൽ ഒരു കണക്ഷൻ, ഒരു സ്പാർക്ക് ഉണ്ടെന്ന് തോന്നിയത്? അത് ആദ്യത്തെ മോൻ ഉണ്ടായതിനു ശേഷമാണ് കേട്ടോ. നിങ്ങൾക്കുള്ളിലുള്ള സെയിം ക്യാരക്ടേഴ്സ് ആൻഡ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ദേഷ്യമുണ്ട്, രണ്ടാൾക്ക് നല്ല ദേഷ്യമുണ്ട്. പിന്നെ ഭയങ്കര പാവമാണ്. നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് ഓർഗനൈസ്ഡ് ആൻഡ് ഡിസിപ്ലിൻ? കണ്ടാ മനസ്സിലാവണല്ലേ ഞാനാണെന്ന്.
ആരാണ് വഴക്കാളി? അത് കണ്ടെത്തുന്നതാണല്ലേ ഇവളാണെന്ന്. രണ്ടുപേരുടെയും എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് പറയൂ. ഞാൻ BTS ആണ്, ഡിഗ്രിയാണ്, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ചേച്ചി രണ്ടാളും നിങ്ങളുടെ 5 മെറിറ്റ്സ് ആൻഡ് 5 ഡിമെറിറ്റ്സ് പറയൂ. പരീക്ഷ എഴുതുന്നു. 5 ഡിമെറിറ്റ്സ് ഞാൻ പറയാം. 5 എന്നൊന്നും എണ്ണി പറയാനൊന്നുമല്ല. എന്റെ ഡിമെറിറ്റ്സിൽ വരുന്ന ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അയാളെ കണ്ണടച്ച് വിശ്വസിക്കും. എന്നിട്ട് എല്ലാതും മനസ്സിലുള്ള കാര്യമൊക്കെ തുറന്നു പറയാ. അതുപോലെ തന്നെ പെട്ടെന്ന് അടുത്തു പോകും. സന്ധ്യയായിട്ട് എങ്ങനെയാ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, അധികം അടുക്കില്ല. അയാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രം അധികം അടുത്ത് വരുള്ളൂ. അല്ലാതെ എന്റെ ഏറ്റവും പൊട്ട സ്വഭാവം എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. കാരണം അയാളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 8ന്റെ പണി കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക അയാളെ വിശ്വസിക്കരുതായിരുന്നു എന്നുള്ളത്. ശ്രീവിദ്യ രഞ്ജിത്ത് ചോദിച്ചിട്ടുണ്ട്, ഹായ് ചേച്ചി, ഏട്ടനും ചേച്ചിക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം ഏതാ? അത് ഫസ്റ്റ് ബേബി ഉണ്ടായപ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം ഉണ്ടായത്. ഏട്ടൻ ചേച്ചിയെ ഏറ്റവും കൂടുതൽ വഴക്ക് വന്നിട്ടുള്ളത് എന്ത് കാര്യത്തിനാ? ചേച്ചിനല്ലേ എപ്പോ നോക്കിയാലും വെറുതെ അതെ ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ മിണ്ടിയ അപ്പ കരയും. ഇതൊക്കെ തന്നെയാണ്. എനിക്കാണെങ്കിൽ ആ കരച്ചില് കാണുമ്പോ ഞാനൊന്നും പറയാനില്ല. ചേച്ചിയുടെ എത്രാമത്തെ പ്രപ്പോസലാണ് ഏട്ടന്റേത്? ഫസ്റ്റത്തെ. ചേച്ചിയുടെ കൊറേ പ്രപ്പോസൽ ഉണ്ട്, കൊറേ ഉണ്ട്, വെറുതെ വെറുതെ കൊറേ ഉണ്ട്. എന്റെ ആളുകൾ പറഞ്ഞോളൂ. ഏട്ടനിൽ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സ്വഭാവം ഏതാ? സത്യസന്ധത. അയ്യോ, അത് കുറച്ച് ആലോചിക്കേണ്ടി വരും. എനിക്കിപ്പോ കുക്കിംഗ് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. അപ്പൊ ആദ്യം പഠിക്കുന്ന സമയത്ത് കുറെ സാധനങ്ങൾ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് കിട്ടും, ഇപ്പൊ എന്നെ കണ്ണുപൊട്ടുള്ള ചീത്ത പറയുന്നൊക്കെയും. പക്ഷെ അപ്പോഴൊക്കെ ആള് പറയാ സാരല്ലേ, പോട്ടെ പോട്ടെ പോട്ടെ. അത് ഒരു വട്ടമല്ല പലവട്ടം ഉണ്ടാവുമ്പോഴും ആളിങ്ങനെ തന്നെ പറയാറുള്ളൂ. അപ്പൊ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നെ അപ്പൊ തന്നെ നാട്ടിലേക്ക് കയറ്റി വിടും. അത്രയധികം സാധനങ്ങൾ ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ചെയ്യുമ്പോ എനിക്ക് നല്ല ചീത്തയായിട്ടാണ് എടുക്കാം. ഏട്ടൻ ഇനി യൂട്യൂബ് നിർത്തണം എന്ന് പറഞ്ഞാൽ ചേച്ചി എന്താ ചെയ്യാ? ഡിവോഴ്സ് ചെയ്യാം. ചേച്ചി ഡിവോഴ്സ് ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാനാ? ഏട്ടൻ നിർത്തണം എന്ന് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഏട്ടൻ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താ? ഇടയ്ക്ക് പറയും നാട്ടിൽ പൊക്കോ, കാരണം ഇവിടെ മോനെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് ഇതായിരിക്കും. കാരണം ഇവിടെ 6:30 മോനെ പോണ്ടി വരും. അപ്പൊ നാട്ടിൽ പഠിപ്പിക്കാം എന്നൊക്കെ പറയും. അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താ? ഈക്വൽ ആയിട്ടുള്ള ദേഷ്യം. ആഫ്റ്റർ മാരേജ് ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഏട്ടൻ വാങ്ങി തന്ന ഗിഫ്റ്റ് എന്താണ്? ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങളുടെ സത്യം പറഞ്ഞ ഞാൻ ബർത്ത്ഡേ ഞങ്ങളുടെ ഇടയിൽ വിഷ് ചെയ്യാറില്ല. കാരണം ഞാൻ നാട്ടിലും ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുമ്പോ നമ്മള് ശരിക്കും പിറന്നാൾ, ഹിന്ദുസ് പിറന്നാൾ ആഘോഷിക്കുക കലണ്ടറിൽ മലയാള മാസമൊക്കെ നോക്കിയിട്ടാണല്ലോ. അപ്പൊ ഹസ്ബൻഡിന് അറിഞ്ഞൂടായിരുന്നു എന്റെ പിറന്നാൾ എന്താ അതൊന്നും. ഹസ്ബൻഡ് നോക്കാൻ സമയം കിട്ടൂല, നോക്കാറുമില്ല. അപ്പൊ ബർത്ത്ഡേ വിഷയിലൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഞങ്ങൾ പിന്നെ ആ കൂടി നോക്കാറുള്ളത് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തരും. അത് എനിക്കേ തരാറുള്ളൂ, എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ ഹസ്ബൻഡിന് ഇല്ല. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക്. ചേച്ചി എടുത്ത ഒരു തീരുമാനത്തിൽ പിന്നീട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നല്ലത് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് അയ്യോ അത് വേണ്ടിയിരുന്നില്ല, തലവേദന വിഷയം എന്ന് തോന്നിയിട്ടുണ്ട്. ഏട്ടനിൽ ചേച്ചിക്ക് പ്രൗഡ് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയൂ.
ഓക്കെ, അപ്പൊ ഇന്നലെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്തത് നമ്മൾ ആ ടൈമിലാണ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് തന്നെ. ഞാൻ നോക്കിയിരുന്നു, എങ്കിൽ ആൻസർ ഒന്നും മുന്നേ കൂട്ടി വെച്ചിരുന്നില്ല. കാരണം നമുക്ക് അപ്പൊ വരുന്ന ആൻസർ മാത്രം പറയാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പോ എനിക്ക് തോന്നാതെ കുറച്ച് കഴിഞ്ഞപ്പോ അയ്യോ അതിൽ നല്ല ആൻസർ ഇതാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് ഹസ്ബൻഡിനെ കുറിച്ചിട്ട് കുറച്ച് പ്രൗഡ് തോന്നിയത് എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ആൻസറാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അതിൽ ഒന്ന്, ഇപ്പൊ എല്ലാവർക്കും അറിയാം, എന്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതുപോലെ തന്നെ 2 പെൺപിള്ളേരാണ്, ഞാനും എന്റെ സിസ്റ്ററും ആണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എന്റെ സിസ്റ്ററിനും വലിയ ജോലി ഇല്ല. ഇപ്പൊ ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ മക്കളെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടില് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇപ്പൊ കൊടുക്കാനായിട്ട് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് സഹായിക്കാറുണ്ട്. അത് എന്റെ ഹസ്ബൻഡ് മാത്രമല്ല, സിസ്റ്ററുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ സ്വന്തം വീട് പോലെ തന്നെ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാറുണ്ട്, ഒരു മടിയില്ലാതെ. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയാ പ്രൗഡ് തോന്നാറുണ്ട്. കാരണം ഇപ്പോ വേറെ മറ്റുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മനസ്സോട് കൂടിയിട്ട് കൊടുക്കാറില്ല. അതും ചെറിയൊരു എമൗണ്ട് അല്ല ആവശ്യം വരാറ്, നല്ല രീതിയിലുള്ള വലിയ എമൗണ്ട് തന്നെ ആവശ്യം വരാറുണ്ട്. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഒരു മടിയുമില്ലാതെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഈ ആൻസർ പറയായിരുന്നു എന്ന് തോന്നിയത്. അതുപോലെ പിന്നെ ഇതിലും വലിയൊരു സിറ്റുവേഷൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു വിഷയം കൂടി ഞാൻ പറയാം. എന്റെ സിസ്റ്ററിന്റെ മാരേജ് ഒരെണ്ണം പ്രപ്പോസലൊക്കെ വന്ന് ഏകദേശം ഒരു എണ്ണം ശരിയായതായിരുന്നു. സിസ്റ്റർ ക്രൈസ്റ്റ് കോളേജിൽ ലെക്ചറായിരുന്നു, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ലെക്ചറായിരുന്നു. അപ്പോൾ ഒരു മാരേജ് ഒക്കെ ഏകദേശം വന്ന് ശരിയായി. നമ്മള് ചെക്കൻ ഗൾഫിലായിരുന്നു, ചെക്കൻ നേരിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, മാട്രിമോണിന്നാണ് ശരിയായത്. അപ്പോൾ എല്ലാം സിസ്റ്ററിന്റെ ഫേസ് ഒക്കെ കണ്ട് മാട്രിമോണിയൽ ഫോട്ടോ കണ്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയി. അങ്ങനെ എല്ലാം ഓക്കെ ആക്കി നമ്മൾ എല്ലാം ഫിക്സ് ചെയ്തു, ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ചെക്കൻ വന്ന് കണ്ട് കല്യാണം അത്രേ വിചാരിച്ചുള്ളൂ. എൻഗേജ്മെന്റ് വരെ വീട്ടുകാർ തമ്മിലുള്ള വാക്കുറപ്പിക്കലൊക്കെ കഴിഞ്ഞു. അതായത് എന്റെ വീട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, അതുപോലെ തന്നെ സിസ്റ്ററിന് നല്ല ജോലി ഉണ്ട്, അതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മയൊക്കെ പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കണം. അതായത് അവർക്ക് ഫ്യൂച്ചറിലായാലും ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പില്ലാതെ ഇരിക്കരുത്. ഇതായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരു നിർബന്ധം എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജോലി, നല്ല രീതിയിലുള്ള ജോലി ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോ അവരുടെ വിചാരം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീടും നല്ല വീടാണ്, സിസ്റ്ററിന് നല്ല ജോലിയുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു നല്ല രീതിയിലുള്ള ഡൗറി കിട്ടുമെന്ന്. അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഉണ്ടായിരുന്നില്ല. അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് കല്യാണം കഴിയുന്ന ആ സമയത്ത്, കല്യാണത്തിന് തൊട്ട് മുൻപായിട്ട് അവര് വീട് വാങ്ങും സ്വന്തമായിട്ട് എന്നാ പറഞ്ഞിരുന്നത്. അപ്പോ ഇപ്പൊ റെന്റിനാണ് അവരിയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ അച്ഛനായാലും വലിച്ചനായാലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല റെന്റിനുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടാന്നുള്ളതില്. പക്ഷെ അവര് പറഞ്ഞിരുന്നു കല്യാണം ആകുമ്പോഴേക്കും നമ്മൾ വീട് മേടിക്കും എന്നൊക്കെ. അങ്ങനെയൊക്കെ ഇതായി. പിന്നെ നമ്മള് കല്യാണത്തിന്റെ സമയമായപ്പോ അവര് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു, ഡേറ്റും എല്ലാം ഫിക്സ് ചെയ്തതിനു ശേഷം അവര് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് കൊടുക്കും, അതായത് സ്ത്രീധനായിട്ട് എന്ത് കൊടുക്കും എന്ന് ചെക്കന്റെ അമ്മ എന്റെ അമ്മയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, സ്ത്രീധനായിട്ട് ഞങ്ങൾ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സ്ത്രീധനം എന്ന പേരിൽ ഒന്നും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കല്യാണം അവിടെ വെച്ച് മുടങ്ങി. അതിനുശേഷം ആ ചെക്കൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അത് അവരറിയാതെ ചോദിച്ചു പോയതാണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. എനിക്ക് നീതുവിനെ തന്നെ മതി, നീതുവിനെ എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേച്ചി പറഞ്ഞു ഇനി എനിക്ക് ആ പ്രപ്പോസൽ വേണ്ട, കാരണം അവർക്ക് ഡൗറി താല്പര്യമുള്ള കാരണമാണ് അവരത് ചോദിച്ചത്. അപ്പോ എനിക്ക് ഇനി ആ കല്യാണം വേണ്ട. ഡൗറി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഡൗറി ഇല്ലാതെ ചെല്ലുമ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ചെക്കനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാനുള്ള അങ്ങനെയുള്ള ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ആ പ്രപ്പോസല് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിപ്പോയിരുന്നു.
അപ്പൊ അത് കാരണം പിന്നെയുള്ള പ്രപ്പോസൽ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു. ഡൗറി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിനുശേഷം എന്റെ ഇത് വന്നപ്പോഴും എനിക്ക് പേടിയായിരുന്നു, ഇനിയും എല്ലാ ചെക്കന്മാരും ഇങ്ങനെ തന്നെ ആവൂ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഹസ്ബൻഡിന്റെ ഒരു ഇത് വന്നത്. അപ്പൊ മാട്രിമോണിയിലാണ് ഞങ്ങളുടെ ഇത് വന്നത്, പ്രപ്പോസൽ വന്നത്. അപ്പോ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഇത് കണ്ടപ്പം ഒന്ന് പരിചയപ്പെടണം എന്നുള്ള രീതിയിൽ, അപ്പം ഞാൻ എന്നെ ഇഷ്ടമായി എന്നുള്ള രീതിയിൽ പരിചയപ്പെടാം എന്നുള്ള രീതിയിൽ മെസ്സേജ് ആയപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇപ്പൊ ബിടെക് കഴിഞ്ഞ ആളാണ്, ഇപ്പൊ ബിടെക് കഴിഞ്ഞിട്ടുള്ള പെണ്ണിനെ കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ഡൗറി ഉള്ള ആളെ കിട്ടാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ഡൗറി ഞാൻ നോക്കുന്നില്ല, ഡൗറി ഇല്ലാത്ത രീതിയിൽ, ഡൗറി ഇല്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ട് എനിക്ക് ഈ പ്രപ്പോസൽ ഒഴിവാക്കാനായിട്ട് താല്പര്യമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ല. ഡൗറി എനിക്ക് ആവശ്യമില്ല, എനിക്ക് പെണ്ണിനെ മാത്രം മതി എന്നാണ് ഹസ്ബൻഡ് അന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോഴും ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷമല്ല, ഒരുപാട് ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് തോന്നി. കാരണം എല്ലാവരും പറയും സ്ത്രീധനം വാങ്ങാതെ ഞങ്ങൾ കല്യാണം കഴിക്കും എന്നുള്ളത്. പക്ഷെ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും സ്ത്രീധനം വാങ്ങി തന്നെ കഴിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നത്തെ ആ പ്രശ്നം ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെയും ആളുകൾ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കാരണം ഫാമിലി ചിലപ്പോൾ കഴിക്കുന്ന ആളുകൾക്കാവില്ല പ്രശ്നം ഉണ്ടാവുക, ഫാമിലിക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്താണോ നിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് അത് എന്റെ വീട്ടുകാരെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ എന്റെ വീട്ടുകാർ അഥവാ നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞാൽ മതി, നിനക്കറിയില്ല, എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് എത്രയാ തന്നേക്കണേ, അങ്ങനെ മാത്രം നീ പറഞ്ഞാൽ മതി, അല്ലാതെ വെയിറ്റും കാര്യങ്ങളൊന്നും നീ പറയണ്ട എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അത് കേട്ടപ്പോഴും എനിക്ക് ഇത്ര ഇത് തോന്നി. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പറയും സ്ത്രീധനം വേണ്ട വേണ്ടാന്ന്, പക്ഷെ അത് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പിന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കുറെ നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഹസ്ബൻഡ് അത്രയും നല്ല ജോലി പോലും ആയിരുന്നില്ല മറ്റേ ആൾക്ക്, ചേച്ചിയുടെ അന്ന് പ്രപ്പോസൽ മുടങ്ങിയ ആൾക്ക്. പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് പോയി. അവിടെ പോയിപ്പോ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുടെ കല്യാണത്തിന് പോയിപ്പോ അയാൾക്ക് ഒരു കാറ്, അതേപോലെ തന്നെ 150 പവനൊക്കെ കൊടുത്തിട്ടുള്ള കല്യാണം. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ നോക്കി, നഷ്ടബോധം ഉണ്ടോ എന്നുള്ള രീതിയിൽ എനിക്കുള്ളത് ദൈവം തരും എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ചേച്ചി എന്ത് ചെയ്യുമ്പോഴാ? മൊബൈല് എപ്പ നോക്കി മൊബൈലിനെ നോക്കുമ്പോ ചേച്ചിയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ? ഉറങ്ങുന്നത്. പിന്നെ ഞാൻ ഭയങ്കര ഉറക്കപ്രാന്തി, അപ്പൊ കുറച്ചധികം നേരം ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പനെ ചീത്ത പറയും. ഹായ് ഗീതു, ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഭാവം ഏതാണ്? അതുപോലെ തിരിച്ചും ഇഷ്ടമില്ലാത്ത സ്വഭാവം ഏതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണെന്ന് പറയാമോ? ഹസ്ബൻഡിന്റെ ഇഷ്ടമുള്ള സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ചീത്ത പറയും എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യത്തിനൊന്നും ചീത്ത പറയില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും നാശമാക്കി കളയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ചീത്തയൊന്നും പറയില്ല. നേരെ മറിച്ച് നമ്മൾ ചീത്ത കേൾക്കില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ചീത്ത പറയും. അതാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഞാൻ പറഞ്ഞു കുട്ടികളെ തല്ലാറുണ്ടോ? കുട്ടികളെ തല്ലാറില്ല കേട്ടോ. ആദ്യം 2-3 വട്ടം തല്ലിയിട്ടുണ്ട്. കിച്ചുവിനെ ഒരു വട്ടം 2 വട്ടം തല്ലിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തല്ലിയിട്ടില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ തല്ലി പോകുന്നതാണ്. കാരണം അത്രയും വികൃതിയാണ് അവന് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 2 വട്ടം തല്ലിയിട്ടുണ്ട്. അതിനുശേഷം തല്ലാറില്ല. മക്കളെ 2-ൽ തന്നെ നിർത്തിയോ? അയ്യോ, നിർത്തി. കാരണം ഒന്നാമത്തെ കാര്യം മക്കളെ വാവകളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇഞ്ചക്ഷൻ വരെ പേടിയാണ്. അപ്പൊ രണ്ടാമത്തെ സിസേറിയനായ കാരണം പിന്നെ നിർത്തിയത്. ചേച്ചി ചേട്ടൻ ദേഷ്യക്കാരനാണ് മിണ്ടുമ്പോഴേക്കും ദേഷ്യം വരും. പിന്നെ ക്ഷമയുള്ള കൂട്ടത്തിലാണോ? ക്ഷമ തീരില്ല. ചേച്ചിയെ ഗീതു എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ല ചക്കര മുത്തേത് ഗീതു എന്ന് വിളിക്കാറുണ്ട്. അതോ നിക് നെയിം ഉണ്ടോ? നിക് നെയിം ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരു ഡേ ഗീതു ചേച്ചിയോട് ചേട്ടൻ ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്ന് റിയാക്ട് ചെയ്യും, സോപ്പിട്ട് സമ്മതിപ്പിക്കും. കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചേട്ടൻ പറയാണ് അയ്യോ നിർത്തിക്കോ ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല അറ്റാക്ക് വരും. അപ്പൊ ഞാൻ പരമാവധി സോപ്പിട്ട് അങ്ങനെയൊന്നും പറയില്ല. അത് വേറെ കാര്യം.
നിങ്ങൾ ആദ്യമായി മീറ്റ് ചെയ്തത് എപ്പോൾ? ഞങ്ങളുടെ കല്യാണം നടന്നത് ഡിസംബർ 28-നാണ്. അവിടുന്ന് ഒരാഴ്ച മുൻപാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തെ ഫീൽ എന്തായിരുന്നു? ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ യാത്രയിൽ നിന്ന് ഇപ്പൊ വരും വെച്ചിട്ട് ആള് വന്നത് 4 മണിക്കാണ്. എനിക്ക് അപ്പൊ തന്നെ വന്നപ്പോ ഭയങ്കര ദേഷ്യമാണ് വന്നത്. കാരണം പറഞ്ഞിട്ട് ഇത്രയും ലേറ്റ് ആയിട്ടാണല്ലോ വന്നേന്നുള്ളതില് അല്ലാതെ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായോ? കുഴപ്പമില്ല, ഇഷ്ടമായി. ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാം നാടൻ നാച്ചുറൽ ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? കുറെയൊക്കെ ഹെയറിന്റെ കാര്യമൊക്കെ എനിക്ക് എന്റെ അമ്മ ചെയ്തു തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റേ സ്കിൻ കെയർ ഒക്കെ ഞാൻ കോളേജ് ടൈമിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ മേക്കപ്പ്. ഗോഡ് ബ്ലെസ് യു. ഹായ് ചേച്ചി, ചേട്ടൻ ചേച്ചിയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ പറയാം. വേണ്ട. ആ ഹസ്ബൻഡിന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ കുക്കൊന്നും ചെയ്യൂല, പക്ഷെ കുക്ക് ചെയ്യാൻ ആൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കണം, അതെനിക്ക് ഇഷ്ടമല്ല. ചെയ്യുന്നുണ്ടെ സ്വന്തമായിട്ട് ചെയ്യാൻ പോലെ, അത് ആൾക്കും ഇഷ്ടമല്ല. ഹെൽപ്പറുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ കേട്ടാറില്ല. ചേച്ചി ആദ്യത്തെ കൊല്ലല്ല, അതിപ്പോഴാണ്. ആദ്യത്തെ കൊല്ലം അടുക്കള കയറിയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല, ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചു കൊടുത്തപ്പോ നമ്മുടെ തലയിലായി. ചേച്ചി ചേട്ടൻ ലവബിൾ ആണെന്ന് പറയാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പോകാൻ ആഗ്രഹമുള്ള പ്ലേസ് ഏതാ? ചെറിയ ആഗ്രഹമുണ്ട്, നമുക്ക് കുറച്ച് വലിയ ആഗ്രഹമൊക്കെ പറയണ്ടേ. ചേച്ചിക്ക് കൂടുതൽ സങ്കടം വരുന്നത് എപ്പോഴാണ്? സന്തോഷമോ? സങ്കടം വരെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സങ്കടം അങ്ങനെയൊക്കെ അങ്ങനെ കൂടുതൽ സങ്കടം വരാനായിട്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. സന്തോഷം, പിന്നെ മക്കളുടെ കളി അതൊക്കെ കാണുമ്പോ സന്തോഷം. സങ്കടം അങ്ങനെ ഒരു ഇതൊക്കെ ഓർമ്മ വരുന്നില്ല. ലവ് മാരേജ് ഓർ സങ്കടത്തിന്റെ കഴിഞ്ഞ അവരം പറഞ്ഞുതരാം. എന്നെ കുറിച്ച് ആരെങ്കിലും ഇല്ലാത്തത് പറയുമ്പോ എനിക്ക് വിഷമമാണ്. ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മതിയില്ല, ഞാൻ ചെയ്ത കാര്യങ്ങളല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുകളയും. ഇല്ലാത്തത് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കുറെ നാളെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. നമ്മുടെ ചാനലിൽ ഒരു നല്ല നല്ല കമന്റ്സ് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്? അറേഞ്ച് മാരേജ് ആണ്. എല്ലാ വെഡിങ് ആനിവേഴ്സറിയും ചേട്ടൻ ഗിഫ്റ്റ് തരുമോ, ആഘോഷിക്കുമോ? ഗിഫ്റ്റ് തരാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. രണ്ടു പേരും കൂടി എന്ത് ചെയ്യണം കൂടുതൽ ഇഷ്ടം? എല്ലായിടത്തും എവിടെയും കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സപ്പോർട്ടായിരുന്നു. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് വെറുതെ തുടങ്ങിയതാണ്. നമുക്ക് ഇതിന്റെ ഒന്നും അറിയുണ്ടായിരുന്നില്ല. മൊബൈലിൽ വെറുതെ വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യുക, അല്ലാതെ ഒന്നും അറിയുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വീഡിയോ കാണുന്നത് തന്നെ 10,000 അബവ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് വീഡിയോ കാണുന്നത് തന്നെ. അപ്പോ എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോഴും ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്ത് നിന്നത്. നീ ചെയ്തോ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ് കമന്റ്സ് സങ്കടപ്പെടാ. ഇല്ലാത്ത കമന്റ്സ്, അതായത് ഇല്ലാത്തത് കുറെ പേരുണ്ട്, അത് എല്ലാവരും വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇല്ലാത്ത കമന്റ്സ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെ പോലെ എനിക്ക് വിഷമാവാറുണ്ട്. ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ബ്രേക്ക്ഫാസ്റ്റ് നാളെ ദോശ. മോനിഷ്ടം ദോശയാണ്. റെമഡീസ് എല്ലാം ചേട്ടൻ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. എന്റെ ഫേസ് പാക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇട്ട് കൊടുക്കാൻ പറയാം, അപ്പൊ ഇട്ടു. റെമഡീസ് എല്ലാം ഓക്കെ. ഹായ് ഗീതു, യുവർ ഏജ്? എന്റെ വയസ്സ് 28 വയസ്സ് കഴിഞ്ഞു. ഫെബ്രുവരിയിലാണ് ബർത്ത്ഡേ. ഹസ്ബൻഡിന്റെ ഏജ് 32. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BTS BTech. യുവർ ഹോബീസ് എന്താ പ്രത്യേകിച്ച്? ആദ്യമൊക്കെ ഓരോ വീഡിയോസ് ഇങ്ങനെ നെറ്റിൽ കാണലായിരുന്നു. ഇപ്പൊ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യലാണ് പണി. ഇത് ഏത് ടൈപ്പ് ഡ്രസ് ഇടുന്നതാണ് ചേട്ടന് ഇഷ്ടം? എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യണത് ചുരിദാറാണ്, എനിക്കതാണ് ഇഷ്ടം. ചേട്ടന് ഗീതുവിനെ എന്താണ് വിളിക്കുന്നത്? ഗീതു എന്ന് വിളിക്കാം. നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ ചേട്ടന് തോന്നാറുള്ളത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? നെഗറ്റീവ് കമന്റ് ഇപ്പോ ജെന്യുവൻ ആയിട്ടുള്ള നെഗറ്റീവ് കമന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ
ഇപ്പോ അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാ ചാനലിലും നോക്കിയാലും കാണാം. ഇപ്പൊ എന്താ പറയാ, ഈ പിള്ളേരുടെ പാട്ട് പരിപാടിയിട്ടുള്ള എന്തോ ഇതില് ഫ്ലവേഴ്സ് ടിവിയില് ടോപ്പ് സിംഗറിലൊക്കെ പിള്ളേരൊക്കെ നന്നായിട്ട് പാടിയിട്ടും നെഗറ്റീവ് കമന്റുകളും ഡിസ്ലൈക്കുകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പിന്നെ ആ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇതുപോലെ ചിലപ്പോ വന്നതിന് അതിശയമൊന്നുമില്ല, വരും, എല്ലാവർക്കും വരും. മറ്റൊരു ചാനലുമായി അന്നുണ്ടായ പ്രോബ്ലം അറിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ പ്രതികരണം. അതൊരു എന്താ പറയാ, അത് ഞാൻ പറയാം. അത് എനിക്ക് ചില സമയത്ത് എടുത്തുചാട്ടം കൂടുതലാണ്. വേറെ ഒന്നുമല്ല, നമ്മള് നല്ലതിന് വേണ്ടിയിട്ട് പറയുന്ന പലതും എനിക്കത് 8ന്റെ അല്ല 16ന്റെ പണി കിട്ടാറുണ്ട്. അങ്ങനെ ഒരു 16ന്റെ പണി കിട്ടിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞത് അത് തന്നെ, നിന്റെ കാര്യങ്ങൾ നോക്കി മാത്രം നടന്നാൽ മതി, നിന്റെ ചാനലിൽ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക, നെഗറ്റീവ് ഒന്നും ഇല്ലാത്തത് ചെയ്യാനായിട്ട് നോക്കുക, അല്ലാതെ പിന്നെയുള്ള കാര്യങ്ങളൊന്നും നീ നോക്കേ വേണ്ട, നിന്റെ ചാനൽ മാത്രം നോക്കി നടക്കുക, ഇനി അങ്ങനെ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ. സോൾവ് ചെയ്യാൻ എങ്ങനെ സഹായിച്ചു ഭാര്യയെ? ഭാര്യയ്ക്ക് അന്ന് കൊടുത്ത ഉപദേശം. സോൾവ് ചെയ്യാൻ സഹായിച്ച കാര്യം നമ്മൾ ഇവിടെ പറയുന്നില്ല. ഭാര്യയ്ക്ക് അന്ന് കൊടുത്ത ഉപദേശം ഇതന്നെ, നീ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കൂടി മറ്റൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നീ നല്ലതെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിനക്ക് ചിലപ്പോ 8ന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മുടെ ചാനലിന്റെ ഉള്ളിൽ നല്ലത് മാത്രം പറയാനായിട്ട് നോക്കുക, അങ്ങനെയാണ് അന്ന് പറഞ്ഞത്. ചേട്ടൻ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുമോ? ഇപ്പൊ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആളും ഹെൽപ്പ് ചെയ്യും, ഓണൊക്കെ വരുമ്പോ ആളും കൂടി ഹെൽപ്പ് ചെയ്യും. കുട്ടികളുടെ കാര്യത്തിൽ ചേച്ചിയെ ചേട്ടൻ വഴക്ക് പറയാറുണ്ടോ? ഇല്ല. മൈ നെയിം ഈസ് ഹന്നത്. ഇതെന്റെ ഹസ്ബൻഡ്. ഗീതുവിനെ ആദ്യം കണ്ടപ്പോൾ ചേട്ടൻ ചോദിച്ചത് എന്താണ്? ചേട്ടനോട് ചേച്ചി നന്നായി കുക്ക് ചെയ്യും. ഞാൻ അധികം നന്നായിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുക്ക് ചെയ്യാൻ തുടങ്ങി തന്നെ. അപ്പൊ എന്ത് കൊടുത്താലും കുറ്റം പറയും. അപ്പൊ ഇഷ്ടമുള്ളത് സാമ്പാർ ഇഷ്ടമാണ്, മോരുകറി ഇഷ്ടമാണ്. ചേച്ചിക്കുട്ടിയെ ആദ്യം കണ്ടപ്പോൾ ചേട്ടന് എന്താ തോന്നിയേ? തിരിച്ച് ചേച്ചിക്കുട്ടിക്ക് എന്താ തോന്നി? എന്നെ കണ്ടപ്പോ ഫസ്റ്റ് പറഞ്ഞത് അതല്ല, കുള്ളത്തി എന്ന് പറഞ്ഞു. ഹൈറ്റ് കുറവാണ്, എനിക്ക് 5'2" ഉള്ളൂ. പക്ഷെ ആള് 6 അടി ഒന്നും ഇല്ല, 5'4". 5'4" 5'7" പറയണത്. ചേട്ടൻ ഡെയിലി ഉള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല സത്യത്തില്. 2 മക്കളുള്ളത് ഭയങ്കര വികൃതിയാണ്. അതിന്റെ ഇടയിൽ കൂടെ യൂട്യൂബ് ചാനലും കൂടി ആയപ്പോ പൂർണ്ണമായി സമയം ഒന്നിനും കിട്ടാറില്ല, അതാണ് സത്യം. ചേച്ചിക്ക് ദേഷ്യം വരുമ്പോൾ ചേച്ചി എന്താ ചെയ്യാറ്? മിണ്ടാതെ ഇരിക്കും, അത് ദേഷ്യപ്പെടുമ്പോ കരയും. ഗീതു ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? സൂര്യ. ഗീതു ചേച്ചി മക്കളെ കുസൃതി ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണ്? ഒരു യക്ഷീനെ പോലെയാണ്. അതൊരു യക്ഷീനെ പോലെയാണ്. ഗീതു ചേച്ചി ഏത് ടൈപ്പ് ഡ്രസ് ഇടുന്നതാണ് ചേട്ടന് ഇഷ്ടം? ചുരിദാർ. പിന്നെ ചേച്ചിയുടെ ഹെയർ ഒന്ന് ഷോർട്ട് ഹെയർ കട്ട് ചെയ്തുകൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് മുടി വലുതാക്കുന്നത് എന്തിനാണ്? ഞാൻ പുതിയൊരു ചേച്ചിക്ക് മോളാണോ മോനാണ്? പുതിയ ഒരു ആൾ ചോദിച്ചിരിക്കുന്നതാണ്. എനിക്ക് മോളുണ്ട് മോനും ഉണ്ട്. മോൾക്ക് 1.5 വയസ്സ്, സഹസ്ര ലച്ചു എന്ന് വിളിക്കും. മോന് 3.5 വയസ്സ്, കിച്ചു സായികൃഷ്ണ എന്ന് പേര്. ആര്യ അരവിന്ദിന്റെയാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ചേട്ടന്റെ സ്വഭാവത്തിൽ ഗീതുസിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം? നമ്മൾ ദേഷ്യപ്പെടില്ല എന്ന് വിചാരിക്കുന്ന കാര്യത്തിനായിരിക്കും ദേഷ്യപ്പെടുക. അപ്പൊ അതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നിസാര കാര്യങ്ങൾക്കായിരിക്കും ദേഷ്യപ്പെടുക. അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചേട്ടന് ഗീതുസിനോട് ദേഷ്യം തോന്നുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചേട്ടന് ദേഷ്യം തോന്നുമ്പോ എന്താ? അങ്ങനൊന്നുമില്ല, നേരത്തെ മൂടനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് അങ്ങനൊന്നും ചെയ്യാറില്ല, ചിലപ്പോ കൊടുക്കും. ഗീതൂസ് മോഡേൺ ആകുന്നതാണോ ഇങ്ങനെ സിമ്പിൾ സ്റ്റൈൽ ആയിരിക്കുന്നതാണോ? ഇതിലേതാണ് ചേട്ടന് താല്പര്യം? എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കുറച്ച് എന്താ പറയാ വൾഗറാവാതിരുന്ന. കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എന്താണ് പരസ്പരം വിളിക്കുന്നത്? അത് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം ആക്ട്രസ്? ചേട്ടന് എല്ലാ ആക്ട്രസിനും ഇഷ്ടമാണ്. എല്ലാ ആക്ട്രസിനും ഇഷ്ടമാണ്. ചേട്ടൻ ഗീതൂസിനെ എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ?
വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഗീതൂസിൽ ചേട്ടന് ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ കരയുന്നത്. എപ്പോഴും പറയുന്നത് ആവശ്യമില്ലാതെ ഇങ്ങനെ മോങ്ങുന്നത് എന്തിനാണ്, നിനക്ക് അവിടെ നിന്ന് ഇത്ര കണ്ണീര് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ എല്ലാം സിൻസിയർ ആയിട്ടാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ കാണിക്കുന്നത് തന്നെ. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ 1,50,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരുടെ അടുത്തും. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രേയേഴ്സും നമ്മുടെ ചാനലിന് വേണം. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കും പറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.